അപ്പുക്കുട്ടാ അപ്പുക്കുട്ടന്റെ അപ്പുക്കുട്ടാ ആരാ അത്? അയ്യോ അവിടെ നിൽക്കാ നീ അങ്ങോട്ടാ ഞാൻ ഇപ്പൊ വരാം, ഒരു അർജന്റ് കാര്യമുണ്ട്. എടാ അപ്പുക്കുട്ടാ ജീവനി കൊതിയുണ്ട് എന്നെ പറ. നീ എന്തിനാ ഓടിയത്? നീ എന്തിനാ എന്നെ ഓടിച്ചേ? എടാ ഞാൻ യാത്ര പറയാൻ വിളിച്ചതല്ലേ. നീ എന്താ ചിരിക്കണേ? അല്ല, നാട്ടിൽ നിന്ന് ഒരു അച്ഛൻ പറഞ്ഞു കൊടുത്ത് ചിരിച്ചു പോയതാ. എന്തെന്ന്? നീ ലെതർ ഫാക്ടറി കടന്നുകൂടിയത് സ്പോർട്സ് കോട്ടയിലായിരിക്കും പറഞ്ഞ് അച്ഛൻ എന്നോട് പഴയ ഓട്ടത്തിന്റെ ചാട്ടത്തിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് എടുത്തോളാൻ പറഞ്ഞു. അവൻ തട്ടി മാറ്റിയെടുത്ത് താഴെ ഇട്ടിട്ട് വലിച്ചു നോക്ക്. ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ, ഒരു കടും പ്രയോഗമുണ്ട്. അതോടെ അവനിവിടെ നോടും അതക്കെട്ട് ചെയ്യാ. എന്താ വിശ്വാസാവണില്ലേ? നിങ്ങൾ ആദ്യം ചെയ്ത് കാണിക്കുക, എന്നിട്ട് നമ്മൾ വിശ്വസിക്കാം. നോക്കേണ്ട മൂക്കി ഇടിച്ചവൻ. അളിയനിപ്പോ കണ്ടകശനിയാ, അത് കൊണ്ടേ പോവും. എന്നെ വിളിച്ചോ? എത്ര കറക്റ്റാ. സോറി കണ്ടകച്ചെനി കണ്ടത്തിലാ കൊണ്ടത്. தக்காளி சட்னியை மூஞ்சில ஊத்தி வச்சிருக்கீங்க என்ன? இது உங்க ஊர்ல தக்காளி சட்னியா? என்னென்ன பார்த்தா தெரியல, சேப்பா இருக்குல்ல. சிகப்பா இருந்தா தக்காளி சட்னியா? உனக்கு வந்தா ரத்தம், எனக்கு வந்தா தக்காளி சட்னி. അവന്റെ കയ്യിൽ ഓൾറെഡി ഒന്നുണ്ട്, എന്നിട്ട് ജാസ്മിനെ സേവ് ചെയ്യാനായിട്ട് അവൻ കാണിച്ചതാ. എടുത്ത ഫോട്ടോ നിന്ന് പിടിച്ചു വാങ്ങിച്ചതാ. കേൾക്കാൻ പറ്റില്ലെങ്കിൽ വർത്താനം പറയാൻ പറ്റില്ലേ? മോനെ മോനൊന്നുകൊണ്ട് പേടിക്കണ്ട, ഞങ്ങൾ ശത്രുക്കളല്ല മിത്രങ്ങളാണ്. ഫോട്ടോ പിടിച്ചു വാങ്ങിച്ചതാ. ഒരു ജെന്യൂനിറ്റി വേണ്ട എല്ലാത്തിലും. എല്ലാം ഒരേ നിറവും തലയിൽ കിട്ടും. ആള് മാറിപ്പോയി. ഞാനൊരു ഉലകം ചുറ്റും ബാലിവൻ, പണക്കാരൻ, ஆனால் ഏഴകൾക്ക് തോഴൻ. ഇന്ന് ഇന്ത്യയിലാണെങ്കിൽ നാളെ കേരളത്തിൽ, ഇന്ന് കേരളത്തിലാണെങ്കിൽ നാളെ കോട്ടയത്ത്, മറ്റന്നാൾ USA യിലാണെങ്കിൽ പിറ്റന്നാൾ അമേരിക്കയിലെ വാഷിംഗ് മെഷീനിൽ. ഏത് മറവിൽ ഒളിച്ചാലും ഈ അരശുമൂട്ടി അപ്പുക്കുട്ടൻ നിന്നെ പുല്ലുപോലെ കണ്ടുപിടിക്കും. ആഹാ, രണ്ട് കിലോ തേങ്ങാ പിണ്ണാക്കതാ. അരിവർഷം നിർത്തിപ്പോ പിണ്ണാക്ക എഴുതിട്ട പശുക്കൾക്കാ. അവറ്റകളുടെ കരച്ചിലേക്കാന്തൻ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. തിരിച്ചടിക്കാൻ ഈ ഇരുന്തലക്കാട സമ്മതിക്കില്ല. തിരിച്ചടിക്കണ ജാതി തന്നെ ഇപ്പൊ ഞമ്മക്ക് പെരുത്തി വിശ്വാസായി.